ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അവൽ കേസരിയാണ്. അതിനായിട്ട് 2 കപ്പ് വെള്ള അവലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അവലൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ അവലെല്ലാം ഒരു ചീനിച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാൻ. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചെറുതായിട്ട് പൊടിയുന്ന രൂപത്തിൽ നമുക്ക് വറുത്തെടുക്കേണ്ടി വരും. ഇപ്പോൾ അവരെല്ലാം ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയൊന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇവയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ചെറിയ തരിതരിപ്പോട് കൂടിയാണ് ഇപ്പോൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 50 ഗ്രാം നെയ്യാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അവലിന് ഞാനിപ്പോൾ 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഏലക്കായി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് വറുത്തെടുക്കാം. നട്ട്സൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് കോരി മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അവലൊക്കെ ഒന്ന് വീണ്ടും വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറുതീയിലിട്ട് വേണം വറുത്തെടുക്കാൻ. അവലൊന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കേസരി ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അവലെല്ലാം ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമയം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവൽ പൊടിച്ചതിൻ്റെ കൂട്ടത്തിലിട്ട് തന്നെ ഏലക്കായും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ കേസരിയിൽ ഞാനിപ്പോൾ കേസരി കളറിന് പകരമായിട്ട് ചേർക്കുന്നത് ബീട്രൂട്ട് ജ്യൂസാണ്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി കളർ ലഭിക്കുന്നതാണ്. പോരാത്തതിന് ഹെൽത്തിയുമാണ്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് പകുതി നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാതെ, അഥവാ കട്ട വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് തവി കൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബാക്കി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേസരിയൊക്കെ ഏകദേശം കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ നമ്മുടെ അവൽ കേസരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സും എന്നെ അറിയിക്കുക.